ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം ഭാഗവത പുരാണം. ഹിന്ദുക്കളുടെ ആത്മീയ ഗ്രന്ഥങ്ങളുടെ ചരിത്രത്തിൽ പുരാണങ്ങൾക്ക് അതിവിശിഷ്ടമായ സ്ഥാനമാണുള്ളത്. മതസംബന്ധവും ശാസ്ത്രസംബന്ധവുമായ വിവരങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. അത് അറിവിൻ്റെ ഖനിയാണ്. ശ്രുതിയും സ്മൃതിയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കരുണാമൂർത്തിയായ വേദവ്യാസൻ സാധാരണ ജനങ്ങളുടെ പ്രയോജനത്തിനായി 18 പുരാണങ്ങൾ രചിച്ചു. ശ്രുതിയിലെ സൂക്ഷ്മമായ സത്യങ്ങളും ആഴമേറിയ പ്രശ്നങ്ങളും വരെ സുലഭമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഹിന്ദുമതത്തിൻ്റെയും സദാചാര സംഹിതയുടെയും വിശ്വവിജ്ഞാന കോശമാണ്. വിവരണങ്ങൾ, കഥകൾ, ഉപാഖ്യാനം എന്നിവയിലൂടെ വേദസത്യങ്ങൾ ജനപ്രിയമാക്കുക എന്നതാണ് പുരാണങ്ങളുടെ കർത്തവ്യം. പുരാണങ്ങൾ ഐതിഹ്യം, യക്ഷിക്കഥ, തത്വശാസ്ത്രം, മതം, പുരാതന കഥ, കൽപ്പിതകഥ ഇതെല്ലാം അടങ്ങിയതാണ്. ഭാഗവത പുരാണത്തിൻ്റെ ഉൽപ്പത്തി. പവിത്രമായ സരസ്വതി നദീതീരത്ത് ശ്രീ വ്യാസൻ ധ്യാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. അദ്ദേഹത്തിന് സംതൃപ്തിയോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു, വളരെ ആദരവോടെ വേദം പഠിച്ചു, ഗുരുക്കന്മാരെയും പവിത്രമായ അഗ്നികളെയും ആരാധിച്ചു, ഗുരുഭൂതന്മാരുടെ ആജ്ഞ അനുസരിച്ചു. ഞാൻ വേദങ്ങളുടെ അർത്ഥങ്ങൾ മഹാഭാരതത്തിൻ്റെ രൂപത്തിൽ വിശദീകരിച്ചു. അതിൽ നിന്ന് സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും മറ്റുള്ളവർക്കും ധർമ്മങ്ങളും മറ്റു കാര്യങ്ങളും സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടും എൻ്റെ ജോലി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. ഈ സമയത്ത് നാരദ മഹർഷി വ്യാസൻ്റെ മുൻപിൽ വന്നു ഇപ്രകാരം പറഞ്ഞു, എന്തെല്ലാം അറിയേണ്ടതുണ്ടോ അതൊക്കെ പൂർണ്ണമായി അങ്ങ് അറിഞ്ഞിരിക്കുന്നു. എല്ലാം അടങ്ങിയ ഏറ്റവും ഉത്കൃഷ്ടമായ മഹാഭാരതം എഴുതി. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അസ്വസ്ഥതയും അതൃപ്തിയും അനുഭവിക്കുന്നു? ശ്രീ വ്യാസൻ മറുപടി പറഞ്ഞു, അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എനിക്ക് ഒട്ടും തൃപ്തിയില്ല. അതിൻ്റെ കാരണം അങ്ങയിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ബ്രഹ്മപുത്രനും അനന്തമായ അറിവിന് ഉടമയുമാണ്. നാരദ മഹർഷി പറഞ്ഞു, ഹേ ശ്രേഷ്ഠനായ മുനെ, അങ്ങ് ധർമ്മത്തെയും മറ്റു വിഷയങ്ങളെയും കുറിച്ച് എഴുതി. പക്ഷേ വാസുദേവൻ്റെ മഹിമയെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. ഈ കാരണം കൊണ്ട് ഭഗവാൻ തൃപ്തനായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഹേ മഹാഭാഗ, അങ്ങ് ശ്രീകൃഷ്ണൻ്റെ മഹനീയമായ വിവിധ ലീലകളെക്കുറിച്ച് വർണ്ണിക്കുക. അങ്ങനെ ജനങ്ങളും അത് അറിയുന്നതിലൂടെ ബന്ധനമുക്തരാകട്ടെ. ഈ പ്രപഞ്ചം ഭഗവാന്റെ ഒരു ഭാഗമാണ്. കാരണം അതിൻ്റെ സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും ഭഗവാനിൽ നിന്നാണ് സംഭവിക്കുന്നത്. അത് അങ്ങയ്ക്ക് തന്നെ അറിയാവുന്നതാണെങ്കിലും അങ്ങ് ആ സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഹേ മുനെ, സർവ്വവ്യാപിയായ ഹരിയുടെ മഹിമയെക്കുറിച്ച് ആലപിക്കൂ. അത് അറിയുന്നതിലൂടെ ജ്ഞാനികളും അവരുടെ അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ എത്തിച്ചേരുന്നു. സംസാരത്തിൽ പിന്നെയും പിന്നെയും മുങ്ങിപ്പൊങ്ങുന്ന ജീവന്മാരുടെ ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം ഇത് മാത്രമാണെന്നും വേറൊന്നുമില്ലെന്നും ജ്ഞാനികൾക്ക് അറിയാം. അതുകൊണ്ട് 18,000 ശ്ലോകങ്ങളും 335 വിഭാഗങ്ങളും 12 സ്കന്ധങ്ങളും ഉള്ള ശ്രീമദ് ഭാഗവതം ശ്രീ വ്യാസൻ എഴുതി. ഈ ഗ്രന്ഥം ഭഗവാൻ വിഷ്ണുവിൻ്റെ മഹിമ വർണ്ണിക്കുന്നതുകൊണ്ട് ഇതിനെ ഭാഗവതം എന്ന് വിളിക്കുന്നു. ഹിന്ദുവിൻ്റെ ധർമ്മശാസ്ത്രങ്ങളിൽ വെച്ച് ആധികാരികമായ ഗ്രന്ഥമാണ് ഭാഗവതം. ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണിത്. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങളിലും അനുഭവത്തിലും വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. എല്ലാ പുരാണങ്ങളിലെയും സാരം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈശ്വരൻ്റെ അവതാരങ്ങൾ. ഭാഗവതം വിഷ്ണു ഭഗവാന്റെ വിവിധ അവതാരങ്ങളുടെ പുരാവൃത്തമാണ്. വലിയ ആപത്തുകളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുകയും ദുഷ്ടരെ നിഗ്രഹിക്കുകയും ശിഷ്ടരെ പാലിക്കുകയും ചെയ്യുന്നതാണ് ഓരോ അവതാരത്തിൻ്റെയും ലക്ഷ്യം. പ്രധാനപ്പെട്ട 10 അവതാരങ്ങൾ താഴെ പറയുന്നവയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ. അതായത് ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ച അവതാരം. കയ്യിൽ പരശു ഉള്ള രാമൻ. ശ്രീരാമചന്ദ്രൻ, രാമായണത്തിലെ നായകൻ, ദശരഥൻ്റെ മകൻ, സീതയുടെ പതി. 10 തലയുള്ള രാവണനെ വധിച്ചു. ശ്രീകൃഷ്ണൻ, രുക്മിണിയുടെ പതി, ഗീതാചാര്യൻ. ബുദ്ധൻ, രാജർഷി, ബുദ്ധമത സ്ഥാപകൻ. കൽക്കി, വെള്ള കുതിരപ്പുറത്ത് വരുന്ന നായകൻ. കലിയുഗത്തിൻ്റെ അവസാനം അവതരിക്കും.
പ്രളയത്തിൽ നിന്ന് വൈവസ്വത മനുവിനെ രക്ഷിക്കുക എന്നതായിരുന്നു മത്സ്യാവതാരത്തിൻ്റെ ഉദ്ദേശം. പ്രളയത്തിൽ നഷ്ടപ്പെട്ട പല അമൂല്യ വസ്തുക്കളെയും വീണ്ടെടുക്കാനായി കൂർമാവതാരം എടുത്തു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ കടക്കോൽ, അതായത് മന്ധരപർവ്വതം, കൂർമ്മം മുതുകിൽ വഹിച്ചു. ഹിരണ്യാക്ഷൻ ഭൂമിയെ സമുദ്രത്തിനടിയിലേക്ക് താഴ്ത്തിയപ്പോൾ ആ ഭൂമിയെ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി വരാഹാവതാരം എടുത്തു. ഭക്ത പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനായി എടുത്ത അവതാരമാണ് പകുതി സിംഹവും പകുതി മനുഷ്യനുമായ നരസിംഹാവതാരം. രാജാവായ ബലിയുടെ തപസ്സും ഭക്തിയും കാരണം നിഷ്പ്രഭമായ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി ഭഗവാൻ വാമനനായി അവതരിച്ചു. ക്ഷത്രിയന്മാരുടെ ദുർഭരണത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ പരശുരാമനായി അവതരിച്ചു. പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചു. രാമാവതാരത്തിൽ ഭഗവാൻ ദുഷ്ടനായ രാവണനെ വധിച്ചു. കംസനെയും മറ്റ് അസുരന്മാരെയും നിഗ്രഹിക്കാനും അത്ഭുതകരമായ ഗീതാ സന്ദേശം നൽകാനും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീരാനും ശ്രീകൃഷ്ണാവതാരം എടുത്തു. ബുദ്ധൻ്റെ അവതാരോദ്ദേശം മൃഗബലി നിർത്തുക എന്നതായിരുന്നു. ദുഷ്ട നിഗ്രഹത്തിനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി കൽക്കിയായി അവതരിക്കും. ഭാഗവത പുരാണത്തിൻ്റെ അനുപമമായ സ്വഭാവം. പ്രപഞ്ചത്തിൻ്റെ ചരിത്രം ഭാഗവത പുരാണത്തിൽ ക്രമാനുഗതമായി വിവരിച്ചിട്ടുണ്ട്. അപൂർവമായ ഈ ഗ്രന്ഥത്തിൻ്റെ കേന്ദ്രബിന്ദു ശ്രീകൃഷ്ണനാണ്. ഭക്തിയെക്കുറിച്ചുള്ള ആധികാരികമായ ഗ്രന്ഥമാണിത്. ഭാഗവതം പഠിപ്പിക്കുന്നത് ജ്ഞാനത്തോട് ബന്ധപ്പെട്ട ഭക്തിയെ ഭക്തിയുക്തജ്ഞാനം ആണ്. ഇത് ജ്ഞാനത്തെ ഭക്തിയിൽ നിന്ന് പിരിക്കുന്നില്ല. പരമമായ ഭക്തി പ്രാപ്തമാക്കുവാനായി ജ്ഞാനം പരമാവധി സഹായിക്കുമെന്ന് അത് പഠിപ്പിക്കുന്നു. ഭാഗവതത്തിൽ ഭക്തിയുടെ അമൃത് ജ്ഞാനത്തിൻ്റെ സത്തുമായി യോജിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നതിന് മുമ്പ് ഉദ്ധവന് കൊടുത്ത ഉപദേശങ്ങൾ അത്ഭുതകരമാണ്. ഇത് 11-ാം സ്കന്ധത്തിൽ അടങ്ങിയിരിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ സഖാവും പ്രധാന ശിഷ്യനും യാദവ ശ്രേഷ്ഠനുമായ ഉദ്ധവൻ്റെ എല്ലാ സംശയങ്ങളും ഭഗവാൻ ദൂരീകരിക്കുന്നു. നിരവധി വിഷയങ്ങളെക്കുറിച്ച് അവിടുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ വളരെ സ്പഷ്ടമായ നിർദ്ദേശം ഇതാണ്: എല്ലാറ്റിലും എന്നെ കാണുക, എന്നെ ശരണം പ്രാപിക്കുക, എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുക, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക, എന്നിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുക, എൻ്റെ മഹിമ ഗാനം ചെയ്യുക. വിവിധതരം സാധകന്മാർക്ക് അനുയോജ്യമായ വിവിധ തരത്തിലുള്ള ധ്യാനമാർഗങ്ങൾ ഭാഗവത പുരാണം നിർദ്ദേശിക്കുന്നു. ഒരു പുതിയ സാധകനോട് വിരാട് പുരുഷനെ ധ്യാനിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇത് 2-ാമത്തെ സ്കന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലും 3-ാമത്തെ സ്കന്ധത്തിലും ഭഗവത് സ്വരൂപത്തെ ഹൃദയത്തിൽ പാദം മുതൽ ഭഗവാന്റെ അവയവങ്ങളെ ധ്യാനിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഹൃദയകമലത്തിൽ 3 അടുക്കുകളായി ആദ്യം അഗ്നിയും, രണ്ടാമതായി സൂര്യനും, മൂന്നാമതായി ചന്ദ്രനും ഒന്നിൻ്റെ മേലൊന്നായി ധ്യാനിക്കുന്നതിനെക്കുറിച്ച് 11-ാം സ്കന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതേ സ്കന്ധത്തിൽ ആദ്യം ശ്രീകൃഷ്ണൻ്റെ രൂപത്തെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് മനസ്സ് ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലും ആകാശത്തിൽ അല്ലെങ്കിൽ പരമമായ കാരണത്തിലും സ്ഥിരമാക്കി അവസാനം പരബ്രഹ്മത്തിൽ ലയിപ്പിക്കണം. ഈ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ നവയോഗികൾ നിമി രാജാവിന് പഠിപ്പിച്ചു കൊടുത്ത ഭാഗവത ധർമ്മം രോമാഞ്ചജനകവും ആത്മാവിനെ ഉണർത്തുന്നതുമാണ്. 10-ാം സ്കന്ധത്തിൽ ഭഗവാന്റെ എല്ലാ ലീലകളും അടങ്ങിയിരിക്കുന്നു. താരുണ്യത്തിലെ ലീലകൾ, ദിവ്യബാലൻ്റെ ക്രീഡാവിലാസം, കുമാരലീലകൾ, വൃന്ദാവന ലീലകൾ, മധുരാലീലകൾ, ദ്വാരകാലീലകൾ, കുരുക്ഷേത്ര ലീല, പ്രഭാസലീല മുതലായവ ഈ സ്കന്ധത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇതിൽ 90 ഭാഗങ്ങളുണ്ട്. മനോമാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടിയ ജീവാത്മാവിൻ്റെ പരമാനന്ദത്തിൻ്റെയും ഹൃദയ പ്രവാഹത്തിൻ്റെയും പ്രകടനം ഈ സ്കന്ധത്തിൽ കാണാം. മനോമാലിന്യങ്ങൾ പോയി ഹൃദയം അത്യന്തം പരിശുദ്ധമായാൽ സ്വാഭാവികമായും ജീവാത്മാവ് ഈശ്വരനിലേക്ക് ആകർഷിക്കപ്പെടുകയും അവസാനം ഈശ്വരനിൽ ലയിക്കുകയും ചെയ്യുന്നു. ആരുടെ ഹൃദയങ്ങളാണോ ലൗകികതയിൽ മുഴുകിയിരിക്കുന്നത് അവർക്ക് 10-ാമത്തെ സ്കന്ധത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല.
7 ദിവസങ്ങൾ കൊണ്ട് ഭാഗവതം മുഴുവനും വായിക്കുന്ന ഭാഗവത സപ്താഹങ്ങൾ ഇന്ത്യ മുഴുവനും നടത്താറുണ്ട്. ഇത് ഭാഗവതം മുഴുവനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം പ്രദാനം ചെയ്യുന്നു. ഭാഗവതം ജീവിതത്തിന് ആശ്വാസം നൽകുന്നു. അതിൻ്റെ സൗന്ദര്യത്തിലും മനോജ്ഞതയിലും അതിൻ്റെ രചനാ സമ്പ്രദായത്തിലും തത്വശാസ്ത്രത്തിലും അത് അമൂല്യമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ പഠനം ഭക്തിക്ക് പ്രചോദനം നൽകുകയും ജ്ഞാനം ക്രമേണ അഭിവൃദ്ധിപ്പെടുത്തുകയും ശരിയായ വൈരാഗ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വാസുദേവൻ്റെ മഹത്വം സ്പഷ്ടമായി ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്.